ഗുരുകുലത്തിന്റെ ക്ലാസുകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. അറിയാത്തവ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ ഉറപ്പ് കൂടിയാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുവാനും നോട്ട് ചെയ്യുവാനും ശ്രമിക്കുക. ഈ ഓരോ പോയിന്റുകളും എക്സ്പ്ലെയിൻ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സ്പ്ലെയിൻഡ് ക്ലാസ് വരുന്നത് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് മനസ്സിലാകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുറവുകൾ തീർച്ചയായിട്ടും വരുന്ന ക്ലാസ്സുകളിൽ മാറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പിലേക്ക് വന്ന കുട്ടികളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ്, അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ള പ്ലാറ്റ്ഫോം തുടങ്ങിയവയെല്ലാം സൗജന്യമായിട്ട് വാട്സപ്പിൽ ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി നമുക്ക് നേരെ ക്ലാസ്സുകളിലേക്ക് പോകാം. ഇന്ത്യ സ്വാതന്ത്ര്യമായത് എല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് 15-നാണ്. നമ്മൾ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണെന്നറിയാം. നമ്മളുടെ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. നമ്മുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ദേശീയ ചിഹ്നങ്ങൾ നോക്കാം. നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാകയാണ്. ത്രിവർണ്ണ പതാകയാണ് നമ്മുടെ ദേശീയ പതാക. ഇത് അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ദേശീയ മുദ്ര എന്ന് പറയുന്നത് സിംഹമുദ്രയും ദേശീയ ഗാനം ജനഗണമനയുമാണ്. ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ദേശീയ ഗീതം വന്ദേ മാതരവും ദേശീയ ഗാനം ജനഗണമനയുമാണ്. ജനഗണമനയും വന്ദേ മാതരവും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് നമ്മുടെ നാഷണൽ ആന്തമായ അല്ലെങ്കിൽ ദേശീയ ഗാനമായ ജനഗണമനയും നാഷണൽ സോങ് അല്ലെങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരവും അംഗീകരിച്ചത്. നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയും ദേശീയ പുഷ്പം താമരയുമാണ്. ദേശീയ ഭാഷ ഹിന്ദിയാണ്. ദേശീയ പുഷ്പം താമര അഥവാ ലോട്ടസ്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നെലുംബോ ന്യൂസിഫറ. താമരയുടെ ശാസ്ത്രീയ നാമമാണ് നെലുംബോ ന്യൂസിഫറ. നമ്മുടെ ദേശീയ ഫലം എന്ന് പറയുന്നത് മാങ്ങയാണ്. ദേശീയ ഫലം അല്ലെങ്കിൽ നാഷണൽ ഫ്രൂട്ട് ഈസ് മാംഗോ. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് ശാസ്ത്രീയ നാമം. മാഞ്ചിഫറ ഇൻഡിക്ക. ദേശീയ മരം അല്ലെങ്കിൽ നാഷണൽ ട്രീ എന്ന് പറയുന്നത് പേരാലാണ്. പേരാല് അഥവാ ഇന്ത്യൻ ബനിയൻ. ഇന്ത്യൻ ബനിയൻ. ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് ശാസ്ത്രീയ നാമം. ഫൈക്കസ് ബംഗാളൻസിസ്. ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാൽ അഥവാ ഇന്ത്യൻ ബനിയൻ ആണ്. ദേശീയ മൃഗം അഥവാ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് കടുവയാണ്. ടൈഗർ അഥവാ കടുവ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പാന്തേര ടൈഗ്രിസ് എന്നാണ്. പാന്തേര ടൈഗ്രിസ്. 1972-ലാണ് ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിച്ചത്. അതിന് മുമ്പ് വരെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. ഓർക്കുക, പ്രൊജക്ട് ടൈഗർ 1993-ലും പ്രൊജക്ട് എലഫൻറ്റ് 1992-ലുമാണെന്ന് ഓർത്തിരിക്കുക. നാഷണൽ അക്വാട്ടിക് ആനിമൽ അല്ലെങ്കിൽ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിൻ അംഗീകരിച്ചത് 2009 മുതലാണ്. 2009 മുതലാണ് ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത്. നമ്മുടെ ദേശീയ നദി അല്ലെങ്കിൽ നാഷണൽ റിവർ എന്ന് പറയുന്നത് ഗംഗയാണ്. ഗംഗയെ നാഷണൽ റിവറായിട്ട് അംഗീകരിച്ചത് 2008 നവംബർ 4 മുതലാണ്. നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ അല്ലെങ്കിൽ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് എലഫൻ്റ് അഥവാ ആനയാണ്. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്ന് പറഞ്ഞാൽ
അത് എലഫൻ്റ് അഥവാ ആനയാണ്. നമ്മുടെ ദേശീയ പൈതൃക മൃഗം അല്ലെങ്കിൽ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ എന്ന് പറയുന്നത് എലഫൻ്റ് ആണ്. ഇതിനെ ഇങ്ങനെ അംഗീകരിച്ചത് 2010 മുതലാണ്. ദേശീയ പക്ഷി അല്ലെങ്കിൽ നാഷണൽ ബേർഡ് എന്ന് പറയുന്നത് പീകോക്ക് അഥവാ മയിലാണ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. 1963 മുതലാണ് മയിലിനെ നമ്മുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത്. ദേശീയ മത്സ്യം അല്ലെങ്കിൽ നാഷണൽ ഫിഷ് എന്ന് പറയുന്നത് കിങ് മക്കേറക് ഓർ സീർ ഫിഷാണ്. കിങ് മക്കേറക് അല്ലെങ്കിൽ സീർ ഫിഷ് എന്നറിയപ്പെടുന്ന ഐക്കുറയാണ് നമ്മുടെ ദേശീയ മത്സ്യം, ഐക്കുറ. നമ്മുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യവും. നാഷണൽ ഡാൻസ് ഭരതനാട്യം, നാഷണൽ ഗെയിംസ് ഹോക്കിയുമാണ്. നമുക്ക് സ്വന്തമായിട്ട് രൂപയ്ക്ക് ചിഹ്നമുണ്ട്. നമ്മുടെ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് നമ്മുടെ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത്. ഇത് ഡിസൈൻ ചെയ്തത് എല്ലാവർക്കും അറിയാം, ഡി ഉദയകുമാറാണ്. അതും ഓർത്തിരിക്കാൻ ശ്രമിക്കുക, ഡി ഉദയകുമാർ. നമ്മുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. 32,87,263 നമ്മുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ ആകെ വിസ്തൃതിയുടെ 2.42% വരും. ആകെ വിസ്തൃതിയുടെ 2.42%. ലോകത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് 7ാം സ്ഥാനമാണുള്ളത്. നമ്മുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ വരും. നമ്മുടെ കര അതിർത്തി 15,200 കിലോമീറ്ററും ലോകത്തിലെ വലിപ്പത്തിൻ്റെ സ്ഥാനത്തിൽ നമുക്ക് 7ാം സ്ഥാനവുമാണുള്ളത്. നമ്മുടെ സമുദ്ര അതിർത്തി 7,516 കിലോമീറ്ററാണ്. ഓർത്തിരിക്കുക, നമ്മുടെ സമുദ്ര അതിർത്തി 7,516 കിലോമീറ്ററാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ളത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം അഥവാ നോർത്ത് സൗത്ത് ദൂരം എന്ന് പറയുന്നത് 3,214 കിലോമീറ്ററാണ്. 3,214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് അഥവാ നോർത്ത് സൗത്ത് ദൂരം എന്ന് പറയുന്നത്. നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 2,933 കിലോമീറ്ററാണ്. 2,933 കിലോമീറ്ററാണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ, ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ചാണ്. ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ലഡാക്ക്, ജമ്മു കാശ്മീരിലെ ലഡാക്കാണ് ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം. ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ്. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ് ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം. വലുത് ജമ്മു കാശ്മീരിലെ ലഡാക്കും. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം മൽക്കജ് ഗിരിയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം മൽക്കജ് ഗിരിയും ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപുമാണ്. ഏറ്റവും കൂടുതൽ മൽക്കജ് ഗിരിയിലും ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ലക്ഷദ്വീപിലുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന, അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. ഇന്ത്യ 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ 7 രാജ്യങ്ങളുമായിട്ട് കര അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനായിട്ടാണ്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ട്, ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻ ആയിട്ടുമാണ്. നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് ഗുജറാത്തും തെക്കേ അറ്റത്ത് തമിഴ്നാടും വടക്കേ അറ്റത്ത് ജമ്മു ആൻഡ് കാശ്മീരുമാണുള്ളത്. അപ്പം കിഴക്കേ അറ്റം അഥവാ ഈസ്റ്റിൽ അരുണാചൽ പ്രദേശും
വെസ്റ്റ് അഥവാ പടിഞ്ഞാട്ട് ഗുജറാത്തും സൗത്ത് അഥവാ തെക്കിൽ തമിഴ്നാടും നോർത്ത് അഥവാ വടക്കിൽ ജമ്മു ആൻഡ് കാശ്മീരുമാണ്. നമ്മുടെ ജനസാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 പെർ ചതുരശ്ര കിലോമീറ്ററാണ്. 382 പെർ ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഉള്ളത് ബീഹാറിലും ഏറ്റവും കുറവ് ജനസാന്ദ്രത ഉള്ളത് അരുണാചൽ പ്രദേശിലുമാണ്. ബീഹാറിലെ ജനസാന്ദ്രത 1106 പെർ ചതുരശ്ര കിലോമീറ്ററാണ്. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശിൽ 17 പെർ ചതുരശ്ര കിലോമീറ്ററാണ് അവിടുത്തെ ജനസാന്ദ്രത ഡെൻസിറ്റി എന്ന് പറയുന്നത്. ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹിയും കുറഞ്ഞത് ആൻഡമാൻ നിക്കോബാറിലുമാണ്. ന്യൂഡൽഹിയിലെ ജനസാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 11,320 പെർ ചതുരശ്ര കിലോമീറ്ററും ആൻഡമാൻ നിക്കോബാറിലെ 46 പെർ ചതുരശ്ര കിലോമീറ്ററുമാണ്. ന്യൂഡൽഹിയിൽ 11,320 പെർ ചതുരശ്ര കിലോമീറ്ററും ആൻഡമാൻ നിക്കോബാറിൽ 46 പെർ ചതുരശ്ര കിലോമീറ്ററുമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ക്ലാസ് ഗുരുകുലം ചെയ്തിരുന്നു. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് കാണാത്തവർ കണ്ട് ആ ഭാഗത്തെ ചോദ്യങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണുള്ളത്. ലോക ജനസംഖ്യയുടെ ആകെ 17.5% പേരും നമ്മുടെ ഇന്ത്യയിലാണ്. ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ്. ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശിൽ, കുറഞ്ഞത് സിക്കിമിൽ. ജനസംഖ്യ കൂടിയ ജില്ല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ താനെയും കുറഞ്ഞ ജില്ല അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലിയുമാണ്. ജനസംഖ്യ കൂടിയ ജില്ല മഹാരാഷ്ട്രയിലെ താനെയും കുറഞ്ഞ ജില്ല അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലിയുമാണ്. ഇന്ത്യയിലെ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 943 1000 1000 പുരുഷന്മാർക്ക് 943 എന്നാണ് ഇന്ത്യയിലുള്ള ആകെ സ്ത്രീ പുരുഷ അനുപാതം സൂചിപ്പിക്കുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ്. കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണുള്ളത്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാനയാണ്. അവിടുത്തെ സ്ത്രീ പുരുഷാനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 879 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ അല്ലെങ്കിൽ 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകളാണുള്ളത്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയും കുറവ് ദാമാൻ ദിയുലുമാണ്. പോണ്ടിച്ചേരിയിൽ 1000 പുരുഷന്മാർക്ക് 1037 സ്ത്രീകളും ദാമാൻ ദിയുവിൽ 1000 പുരുഷന്മാർക്ക് 618 സ്ത്രീകളുമാണുള്ളത്. അവിടെയാണ് ഏറ്റവും കുറവുള്ളത്. ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദാമൻ ദിയു. നമ്മുടെ ആകെ സാക്ഷരത എന്ന് പറയുന്നത് 74.04%. ഇതിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിൽ 93.91% ആളുകൾക്കും സാക്ഷരതയുണ്ട്. കേരളമാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ 93.91% സാക്ഷരത. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാറും. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാറാണ്. 61.8% മാത്രമാണ് ഇവിടുത്തെ സാക്ഷരത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ഏറ്റവും കുറവ് ദാദ്ര നാഗർ ഹവേലിയുമാണ്. കൂടുതൽ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നാഗർ ഹവേലിയാണ്. സാക്ഷരത കൂടിയ ജില്ല മിസോറാമാണ്. മിസോറാമിലെ സെർച്ചിപ്പിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഇന്ത്യയിലെ. സാക്ഷരത കുറഞ്ഞ ജില്ല മധ്യപ്രദേശിലെ അലിരാജ്പൂറാണ്. മധ്യപ്രദേശിലെ അലിരാജ്പൂറാണ് സാക്ഷരത കുറഞ്ഞ ജില്ല. ഇന്ത്യയിലെ പുരുഷ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 80.9%, സ്ത്രീ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 64.6%. മെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 80.9%, ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 64.6% ആണ്. ഏറ്റവും കൂടുതൽ എസ്സിക്കാരുള്ളത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ക്യാസ്റ്റ് ഉള്ളത്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ കണക്കിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ളത് പഞ്ചാബിലാണ്. ഏറ്റവും കൂടുതൽ പട്ടിക വർഗ്ഗക്കാരുള്ളത് മധ്യപ്രദേശാണ്. പട്ടികജാതിക്കാർ ഉത്തർപ്രദേശിലും പട്ടിക വർഗ്ഗക്കാർ അല്ലെങ്കിൽ ST അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ളത് മധ്യപ്രദേശിലുമാണ്. എന്നാൽ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകെയുള്ള ശതമാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും
ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പഞ്ചാബിലും ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ളത് മിസോറാമിലുമാണ്. പഞ്ചാബും മിസോറാമും. ഇന്ത്യയിൽ ആകെ 20.6% വനമാണ്. നമ്മുടെ വനവിസ്തൃതി എന്ന് പറയുന്നത് 20.6%. വനവിസ്തൃതിയിൽ നമുക്ക് 10ാം സ്ഥാനമാണ് ലോകത്തിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത്. ഏറ്റവും കുറവ് വനം കാണുന്നത് ഹരിയാനയിലാണ്. ഏറ്റവും കൂടുതൽ വനം മധ്യപ്രദേശിലും ഏറ്റവും കുറവ് വനം ഹരിയാനയിലുമാണ്. എന്നാൽ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. ശതമാന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത്, അല്ലെങ്കിൽ സാധാരണ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശും ഏറ്റവും കുറവ് ഹരിയാനയും, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മിസോറാമും. ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ആൻഡമാൻ നിക്കോബാറിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര എന്ന് പറയുന്നത് ആരവല്ലിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി. ഇത് സിക്കിമിലാണ് കാണുന്നത്. സിക്കിമിലാണ് കാഞ്ചൻജംഗ ഉള്ളത്. എന്നാൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ട് കണക്കാക്കുന്നത് ഗോഡ്വിൻ ആസ്റ്റനെയാണ്. ഗോഡ്വിൻ ആസ്റ്റൻ അഥവാ മൗണ്ട് K2 ആണ്. ഈ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റൻ കാണപ്പെടുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് ഗോഡ്വിൻ ആസ്റ്റൻ അഥവാ മൗണ്ട് K2 കാണപ്പെടുന്നത്. അതുകൊണ്ട് ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി കണക്കാക്കപ്പെടുന്നത് ഗോഡ്വിൻ ആസ്റ്റനും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയായിട്ട് കണക്കാക്കുന്നത് കാഞ്ചൻജംഗയുമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ നദിയായ ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഏറ്റവും അധികം ജലം വഹിക്കുന്നതും ആഴം കൂടിയതുമായ നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഒഡീഷയിലുള്ള ചിൽക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കാശ്മീരുള്ള വൂളാർ തടാകമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്, അല്ലെങ്കിൽ ഗർസാപ്പോ വെള്ളച്ചാട്ടം. കർണാടകയിലുള്ള ശരാവതിയിലുള്ള ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഒഡീഷയിലെ ഹീരാകുട്ടാണ്. ഹീരാകുട്ടും ഏറ്റവും ഉയരമുള്ള അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹരിയുമാണ്. ഏറ്റവും ഉയരമുള്ളത് തെഹരി, ഏറ്റവും നീളമുള്ളത് ഹീരാകുട്ടുമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് താർ മരുഭൂമിയാണ് ഏറ്റവും വലിയ മരുഭൂമി. നമ്മുടെ ഇന്ത്യയിലെ പ്രധാന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂണാണ്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂണും. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനം എക്കൽ മണ്ണാണ്. നമുക്കാകെ 9 പോസ്റ്റൽ സോണുകളും 17 റെയിൽവേ സോണുകളുമാണ് ഉള്ളത്. 9 പോസ്റ്റൽ സോണുകളും 17 റെയിൽവേ സോണുകളുമാണ് ഉള്ളത്. ഇത് വെറും ബേസിക് പോയിന്റുകൾ മാത്രമാണ്. ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് ക്ലാസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കമൻറ്റുകളുടെയും ലൈക്കുകളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കുന്നതായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ്, അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ള പ്ലാറ്റ്ഫോം തുടങ്ങിയവയെല്ലാം സൗജന്യമായിട്ട് വാട്സപ്പിൽ ലഭിക്കുന്നതായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. സേവ് ചെയ്യാത്തവർക്ക് ഞങ്ങളുടെ സേവനങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. നാളെ ഇതേ സമയം ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.